ഞങ്ങൾ മറ്റു രാഷ്ട്രീയക്കാരെ പറ്റി ചർച്ച ചെയ്യാറില്ല. ഞങ്ങൾ വികസനം, ആ വികസന കാര്യത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ഞങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടി കുറ്റം പറയുന്നതിനപ്പുറത്ത് ഈ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുക. ഞങ്ങൾ കോരിത്തോട് പഞ്ചായത്ത് അവിടെ 4 ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് CPMൻ്റെ. അതെന്താ കാര്യം? CPM ഇല്ലിപ്പോൾ, പിണറായിസേ ഉള്ളൂ. കമ്മ്യൂണിസം എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആദർശശുദ്ധിയുള്ളവനാണ്. അവന് കമ്മ്യൂണിസം കൊണ്ട് ഇപ്പോഴത്തെ പിണറായിസായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. കൊള്ള അയ്യപ്പനെ വരെ മോട്ടിച്ചില്ലേ. തീർക്കുമെന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ്, പക്ഷേ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്ന BJPയിലാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിസ്മയം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത കാര്യം നടക്കുമ്പോഴാണ് വിസ്മയം. തീർച്ചയായും ഞങ്ങൾ മറ്റു രാഷ്ട്രീയക്കാരെ പറ്റി ചർച്ച ചെയ്യാറില്ല. ഞങ്ങൾ വികസനം, ആ വികസന കാര്യത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ഞങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടി കുറ്റം പറയുന്നതിനപ്പുറത്ത് ഈ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുക. ഞങ്ങൾ യാതൊരു സംശയം വേണ്ട, വലിയ വലിയ അത്ഭുതങ്ങളാണ് ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിജിയുടെ പരിപൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളതെല്ലാം നടപ്പാക്കും, ഒരു സംശയമില്ല. കുറച്ച് നാൾ മുമ്പ് നമ്മൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ LDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇപ്പോൾ മാറ്റം കണ്ടു തുടങ്ങി. കോരിത്തോട് പഞ്ചായത്ത് ഞാൻ നാളെ പോവാം. അവിടെ 4 ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് CPMൻ്റെ. അതെന്താ കാര്യം? CPM ഇല്ലിപ്പോൾ, പിണറായിസേ ഉള്ളൂ. കമ്മ്യൂണിസം എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആദർശശുദ്ധിയുള്ളവനാണ്. അവന് കമ്മ്യൂണിസം കൊണ്ട് ഇപ്പോഴത്തെ പിണറായിസായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. കൊള്ള അയ്യപ്പനെ വരെ മോട്ടിച്ചില്ലേ. എല്ലാം മോഷണവും പിടിച്ചുപറിയായിപ്പോയില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് പിണറായി നന്നാകണമെന്ന് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ പോയാൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ പിരിയും. ഇവിടെ കടുത്ത മത്സരം ആരുമായിട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്? LDF ആയിട്ടുമായിരിക്കും? ജയത്തിന് വേണ്ടി 1ാം സ്ഥാനത്തിന് വേണ്ടി വലിയ മത്സരമൊന്നുമില്ല. ഒരു 20,000 കൂട്ടം ഒരു പുരുഷനൊന്നും ഞാൻ ജയിക്കും. 2ാം സ്ഥാനം ആരെന്നുള്ള അവർ വലിയ കടുത്ത മത്സരമാണ്. ആ മത്സരത്തിൽ അവരാര് ജയിക്കുന്നു അവർ തമ്മിൽ പറയട്ടെ, ഞാൻ പറയുന്നില്ല. ഈ പുതിയ വോട്ടർമാരെ അല്ലെങ്കിൽ പുതിയ യുവാക്കളെ ആകർഷിക്കാനായിട്ട് എന്ത് തന്ത്രമാണ് മെനഞ്ഞു വെച്ചിരിക്കുന്നത്? ഒരു തന്ത്രവും ഇല്ല. അതൊക്കെ നിങ്ങൾ കണ്ടു നീളുക. അത് പത്രക്കാരോട് പറയാനുള്ളതല്ല, എൻ്റെ പ്രവർത്തനോട് ഞാൻ കാണിച്ചു കൊടുക്കും. തീർച്ചയായും. അതുപോലെ തന്നെ PC ജോർജ് ഇല്ലാതെ ഒരു കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞാനില്ല പ്രളയം എന്ന് പറയുന്നത് വല്ല അർത്ഥമുണ്ടോ? ഞാനില്ലാതെ പോവും. പക്ഷേ ഞാൻ ഒരു പാർട്ടി BJP എന്നതിൽ വന്നതിന് ശേഷം BJP കൂടുതൽ ശക്തിയും പ്രചരണപരമായി വളരെ മുന്നോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും ഉണ്ടാവും. അതുപോലെ തന്നെ പാലായിൽ ഇപ്പോൾ കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്. ത്രികോണ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായിരിക്കും അവിടുത്തെ ഒരു വിജയ പ്രതീക്ഷ? അവിടെയൊക്കെ സ്റ്റോൺ ജയിച്ചു കഴിഞ്ഞെന്ന് ചുമ്മാ വർത്താൻ വേണ്ടി കാര്യമുണ്ട്. ചുമ്മാ നടക്കുക. രക്ഷയില്ല. അവർ 2-3 സ്ഥാനത്തോട് മത്സരിക്കുക. അവർ ഒരേ ഒരു ചോദ്യം കൂടി, പൂഞ്ഞാറിൽ എത്ര സീറ്റ് ഭൂരിപക്ഷം കൂടുതൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്? പൂഞ്ഞാറ് 20,000 കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പിച്ചു. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.